ഇല്ല ഇല്ല, ചായ കുടിച്ചില്ല. ഇന്നലെ ചായ കുടിച്ച പാത്രം കരിയില്ലായിരുന്നു, ഇട്ട് ഇപ്പം കരുവായിരുന്നു. കരുന്ന് കുടിച്ചില്ല. ശരി. ആ എന്തു അമ്മേ? ഇപ്പം കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഞായറാഴ്ച വന്നു. ആരാ വിളിച്ചേ? കൊച്ചുമോള് ഞായറാഴ്ച വന്നിട്ട് ഇപ്പൊ രാജമ്മ വിളിക്കത്തില്ലയോ? പ്രീതയെന്ന് പറയുന്ന ആളാണ് വിളിച്ചത്. ചുമ്മാ വിളിക്കുക. ഇപ്പം കുട്ടച്ചാരി ഇങ്ങോട്ട് വരുമായിരിക്കും കഥയുണ്ടാക്കാൻ. ആരോ വിളിക്കുന്നെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, മനസ്സിലായില്ലേ? കുട്ടച്ചാരിങ്ങനെ വരും, എന്നിട്ട് കഥയുണ്ടാക്കാൻ ആരോ ഇങ്ങോട്ട് വരുന്നെന്ന്. എടി, നീ നിൻ്റെ മക്കളെ കൊണ്ട് കഥയുണ്ടാക്കടി. 2 പെണ്ണും നീവില്ലയോ? നിന്നെ കൊണ്ട് നിൻ്റെ 2 മക്കളെ കൊണ്ടും കഥയുണ്ടാക്കി ജീവിക്കടി. അതായത് കണ്ട പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കി ജീവിക്കാതെ, കേട്ടോടി. നീ നിൻ്റെ മക്കൾ 3 എണ്ണം ഇല്ലയോ? 3 പ്രോസ്റ്റിറ്റ്യൂട്ട്സും കൂടെ അങ്ങ് ഇറങ്ങ് രാവിലെ. മറ്റുള്ളവരെക്കുറിച്ച് കഥ നീ ഉണ്ടാക്കാതെ, കേട്ടോടി. പ്രീത എസ് പണിക്കർ അവിടെ മക്കളും നീ അവളുമാരെക്കുറിച്ച് കഥ നിന്നെക്കുറിച്ചും കഥയുണ്ടാക്കി ജീവിര്. നീ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് പോയില്ലായിരുന്നോ? നീ എന്തുവാ മുരളി എന്ന് പറയുന്നവനെ കെട്ടിയേച്ച്, തമിഴനെ കെട്ടിയേച്ച് എല്ലാം കൊല വിളിച്ചേച്ച് പോകുന്നില്ലയോ നീ? അവനെ ഒറ്റയ്ക്കാക്കിയേച്ച് ഇതുപോലെ കൊന്ന് ആൾക്കാർ പറയുന്ന വിഷം ഒഴിച്ച് വായിലോട്ട് കൊടുത്തേച്ച് കെട്ടി തൂക്കിയെന്നാണ് പറയുന്നത്. നാട്ടുകാരെല്ലാം പറയുന്നത്. എൻ്റെ കയ്യിലുണ്ട് റെക്കോർഡെല്ലാം. നീ അതൊക്കെ ചെയ്യ്. നീ എന്തോ എന്നെക്കുറിച്ച് കഥയുണ്ടാക്കാൻ നീ അവിടെ ഇരുന്നോണ്ട് എന്തോ കഥയുണ്ടാക്കും? ആരാണ്ട് ഇങ്ങോട്ട് വരുന്നോടി. ഇവിടെ ഒന്നും ആരും വരത്തില്ലടി. ഞങ്ങളുടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. നീ എന്തോ പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കുന്നത്? നീ നിന്നെക്കുറിച്ചും നിൻ്റെ 2 പെൺമക്കളും ഇല്ലയോ? നീ അവളുമാരെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഇഷ്ടം പോലെ കഥയുണ്ടാക്കാൻ നല്ലപോലെ ഇതുണ്ടല്ലോ. നീ 3 എണ്ണത്തിനെക്കുറിച്ചും കഥയുണ്ടാക്കി അങ്ങ് ഇരിക്കണം. അല്ലാതെ ഇങ്ങോട്ട് നീ കയറി കഥയുണ്ടാക്കാൻ വരണ്ട. നീ ആരാ? നീ എൻ്റെ പടി കയറത്തില്ല നീ മേലാൽ, കേട്ടോ? നീ അവിടെ കാണാൻ കഥയുണ്ടാക്കിയിരിക്കും. നിൻ്റെതിനകത്ത് തന്നതിനകത്തൊന്നും ഞങ്ങൾ കയറാൻ വരുന്നില്ല. ഇതെൻ്റെതാണ്. നീ എന്തോ എന്നെക്കുറിച്ച് എന്തോ കഥയുണ്ടാക്കുമടി നീ? എന്തോ കഥയുണ്ടാക്കി നിനക്ക് എന്തോ തട്ടിയെടുക്കേണ്ടത്? എന്തോ ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് എന്തോ അടി നിനക്ക് വേണ്ട? മറ്റുള്ളവരുടെ പൈസയും ഇതുമൊക്കെ മറ്റുള്ളവരെ വെച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ. നീ റോഷിൻ വിൽസൺ എന്ന് പറയുന്നവനെ വിളിച്ചതിൻ്റെ തെളിവുമുണ്ട്. നീ എന്തിനാണ് വിളിച്ചതെന്നുള്ളതിനൊക്കെ ഞങ്ങളെല്ലാം തെളിവ് ശേഖരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്തിനാടി റോഷിൻ വിൽസനെയൊക്കെ വിളിച്ചപ്പോൾ നീ എന്തോ വിളിക്കുക? ആരെക്കുറിച്ച് കഥയുണ്ടാക്കുക? എന്തോ റോഷൻ വിൽസനെ കൊണ്ട് നീ എന്തോ പിന്നെയും വിളിപ്പിച്ചത്? അവൻ്റെ അവിടെ ചെല്ലുമെന്ന് വിചാരിച്ചോണ്ടോ? ആണോടി അവനെ കൊണ്ട് വിളിപ്പിച്ചത്? ഓരോരോ അമ്മമാരെ കൊണ്ട് വിളിപ്പിക്കുന്നത്. എന്നിട്ട് നടന്നോടി വല്ലോ? നീ എന്തോ ഡ്രാമ ഉണ്ടാക്കുക? നിന്നെ കൊണ്ട് ഞങ്ങൾ ഡ്രാമ ഇനി ഉണ്ടാക്കിക്കാം, കേട്ടോ? നിൻ്റെ ഡ്രാമയൊക്കെ നിൻ്റെ 2 പെൺമക്കളില്ലയോ? എന്തോ പ്രായത്തിൽ കൂടുതലായല്ലോ. എന്തോ നല്ല മുഴുപ്പും ഇതൊക്കെ ഉള്ളത് അവളുമാരല്ലയോ നിൻ്റെ മക്കൾ? അവളുമാരെ വിടി. നീയും കൂടെ വിട്. നീയല്ലയോ നല്ല മുഴുപ്പുള്ളത്? എന്നെക്കാട്ടി നല്ല എന്തുവാ മുരളിയുടെ അത്രയും ഉണ്ടായിരുന്നല്ലോ നീ അങ്ങ് നടക്ക്. കുറേ 2 ആണുങ്ങളെ ഒന്നിച്ചിതാക്ക് നീ. അതാ നല്ലത്, കേട്ടോടി. നീ തോന്നിയാസം എടുക്കാതെ. നീ എന്തുവാ എന്നെക്കുറിച്ച് കഥയുണ്ടാക്കാൻ നീ എന്തോ വിളിക്കുക? ആരാണ്ട് ഇവിടോട്ട് വരുന്നോടി? ഇവിടെ ഒന്നും ആരും വരത്തില്ല, ഒരാളും വരത്തില്ല, കേട്ടോ? നീ എന്ത് കഥകളുണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുന്നേ? നീ എന്തോ കഥകളുണ്ടാക്കാനാണ് നിൻ്റെ വിചാരം? നീയും ബിജുപിയും കൂടെ എന്തോ കഥയുണ്ടാക്കാനാണ് എന്നെക്കുറിച്ച്? എടി, എന്തോ കഥയുണ്ടാക്കാനാണ് ബിജുപിയും? അവനെക്കുറിച്ച് നല്ലപോലെ എന്തോ കോടതിയിലുള്ളവരൊക്കെ പറയുന്ന കേൾക്കണം, മുതുകള്ളൻ്റെ കാര്യങ്ങളൊക്കെ. ആകാശം ഏതാണ്ടല്ല അവന്മാർ പോയെന്നും ഒക്കെ എല്ലാം പറയുന്നു. കുറേ അവന്മാരുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആകാശ് ഏതാണ്ടെല്ലാം പോയെന്നും, പിന്നെ രതീഷ് വേറെ ഓഫീസിൽ ഇങ്ങനെ നടക്കുന്നത്, ഇവനെക്കുറിച്ച് ഇവൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാം കുറേ നല്ല ഇതാണെന്ന്. എന്തോ പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കുന്നത്? രാവിലെ വിളിക്കുകയുള്ളൂ.